അന്ധകാരയുഗത്തിന്റെ കാളിമകളൊന്നുമേശാത്ത പൊതുസ്വീകാര്യനായിരുന്നു മുമ്പേ തന്നെ അദ്ദേഹം. പ്രസിദ്ധമായ ആനക്കലഹ സംഭവം നടന്നു 2 വർഷത്തിനുശേഷം AD 573 അദ്ദേഹം മക്കയിൽ ജനിക്കുന്നത്. മരുക്കാട്ടിന്റെ മുഴുവൻ വന്യതയും മനസ്സിലേക്കുകൂടി പകർത്തിവെച്ചവരാണ് അജ്ഞാനകാലത്തെ അറേബ്യൻ ജനത. എന്നാൽ കരുതലും കാരുണ്യവും കൊണ്ട് സഹജീവികൾക്ക് മരുപ്പച്ച തീർത്ത ചിലരും അവരിലുണ്ടായിരുന്നു. അനാഥകളെ സംരക്ഷിച്ചവർ, അബലർക്ക് ആലംബമേകിയവർ, ദുരന്തങ്ങളിൽ കൈപിടിച്ചവർ. ഇസ്ലാമികാശ്ലേഷണത്തിനു മുമ്പുതന്നെ ഇത്തരം സത്കൃത്യങ്ങൾ ജീവിതവ്രതമാക്കിയ അപൂർവം ചിലരിൽ അദ്വിതീയനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അബൂ ഖുഹാഫ ഉസ്മാൻ, സൽമ ഉമ്മുൽ ഖൈർ എന്നിവരാണ് മാതാപിതാക്കൾ. ഖുറൈശി ഗോത്രത്തിലെ ബനൂതൈം വംശത്തിൽ സമ്പന്നരായ വസ്ത്രവ്യാപാരി കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ പിറവി. പ്രവാചകരുടെ ഗോത്രവും ഖുറൈശ് തന്നെയാണല്ലോ. തിരുദൂതരുടെ 5ാം പിതാമഹനായ കിലാബും അബൂബക്കർ സിദ്ദീഖിന്റെ 5ാം പിതാമഹനായ തൈമും സഹോദരങ്ങളാണ്. മുറത്താണ് ഇരുവരുടെയും പിതാവ്. പിൽക്കാലത്തെ ഉറ്റബന്ധത്തെ സാധൂകരിക്കും വിധം വംശപരമായും സാഹോദര്യം പുലർത്തി നബിയും സിദ്ദീഖും. ഇസ്ലാമിനു മുമ്പേ അബൂബക്കർ പുലർത്തിയ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ചരിത്രം ഏറെ വാചാലമാണ്.